മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറി ശാന്തമാകുന്നില്ല. ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്ത് പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണമെന്ന ആവശ്യം അടക്കം ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഭാരവാഹികൾ തമ്മിലുള്ള ചേരിപ്പോരും പരസ്പരമുള്ള ചെളിവാരിയേറിയലും പുതിയ തലത്തിലേക്ക് കടന്നതോടെയാണ് ഈ ആവശ്യം ശക്തിപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുരുഷന്മാർ മാറി നിന്ന് ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ സെക്രട്ടറിയായും സ്ത്രീകൾ ഭരണം ഏറ്റെടുത്തതോടെയാണ് മുമ്പില്ലാത്ത വിധത്തിൽ പൊതുസമൂഹത്തിൽ താരസംഘടന നാണം കെടുന്ന അവസ്ഥയുണ്ടായത്. അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി പദവിയിൽ നിന്നും രാജിവെച്ച നടി അൻസിബ ഹസൻ അപമാനഭാരം താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംഘടനയിലെ അംഗങ്ങൾക്കയച്ച ഓഡിയോ സന്ദേശം മറുനാടന് കിട്ടി. ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് അൻസിബ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരുന്നിട്ട് നീതി ലഭിക്കാത്തതുകൊണ്ടാണ് പുറത്തിറങ്ങി കാര്യങ്ങൾ പറയേണ്ടി വന്നതെന്ന് അൻസിബ ഓഡിയോയിൽ വ്യക്തമാക്കുന്നു. താൻ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ അതിനെ വെറും പരദൂഷണം എന്ന് പറഞ്ഞ് ഒതുക്കാനാണ് സംഘടനയിലെ ചിലർ ശ്രമിക്കുന്നത്. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവാനും സ്ത്രീകൾക്ക് നീതി ലഭിക്കാനും വേണ്ടിയാണ് താൻ പോരാടുന്നത്. എപ്പോഴും പുരുഷന്മാരെ മാത്രം പിന്തുണയ്ക്കുന്ന പ്രവണതയാണ് ഇവിടെയുള്ളത്. താൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ തന്നെ മോശക്കാരിയാക്കാൻ സംഘടനയിലെ ചില സ്ത്രീകളെ കൊണ്ട് തന്നെ തനിക്കെതിരെ സംസാരിപ്പിക്കുകയാണെന്നും അൻസിബ സങ്കടത്തോടെ പറയുന്നത് വ്യക്തമാണ്. നടൻ ടിനി ടോം തന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് നടി നീന കുറുപ്പ് തന്നോട് വെളിപ്പെടുത്തിയിരുന്നു. മറ്റു ചില അംഗങ്ങളുടെ മുന്നിൽ വച്ചാണ് ടിനി ടോം അൻസിബയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞത്. ഇതിന് സാക്ഷി പറയാൻ നീന കുറുപ്പ് തയ്യാറായി മുന്നോട്ട് വരികയും ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ടിനി ടോമിനെ സംരക്ഷിക്കാൻ വേണ്ടി സംഘടനയിലെ മറ്റു ചില സ്ത്രീകൾ രംഗത്ത് വരുന്നത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നുവെന്നും നീന കുറുപ്പിന്റെ പരാതി കത്ത് ഒരിക്കലെങ്കിലും വായിച്ചാൽ ആരും ടിനി ടോമിനെ പിന്തുണയ്ക്കില്ലെന്നും അൻസിബ പറയുന്നു. അൻസിബയ്ക്ക് നേരെ സംഘടനയ്ക്കുള്ളിൽ നിന്നും ജിഹാദി എന്ന വിളിപ്പേര് ഉണ്ടായതിനു പിന്നിൽ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പിനെ എതിർത്തതുകൊണ്ടാണ്. അമ്മയുടെ ഒരു പരിപാടിക്ക് വേണ്ടി എറണാകുളം വെണ്ണലയിലുള്ള ഒരു ക്ഷേത്രം ടൈറ്റിൽ സ്പോൺസറായി എത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രമോ പള്ളിയോ മോസ്കോ ആകട്ടെ ഒരു മതസംഘടനയും സംഘടനയുടെ പരിപാടിയുടെ ഔദ്യോഗിക ടൈറ്റിൽ സ്പോൺസറാകാൻ പാടില്ലെന്നും അത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ കാരണമാകും എന്നായിരുന്നു അൻസിബയുടെ നിലപാട്. ഇതിന്റെ പേരിൽ അൻസിബ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അവരെ ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയായിരുന്നു. ഈ വിവാദ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ദുരൂഹതകൾ വർദ്ധിക്കുന്നത്. സാധാരണ രീതിയിൽ ഭക്തർ ക്ഷേത്രങ്ങളിലേക്കാണ് പണം നൽകാറുള്ളത്. എന്നാൽ ഈ ക്ഷേത്രം അമ്മയുടെ പരിപാടി സ്പോൺസർ ചെയ്യാൻ 75 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. കുപ്രസിദ്ധനായ ദല്ലാൾ നന്ദകുമാർ എന്ന TG നന്ദകുമാറാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്. നിരവധി കോടതി ഇടപാടുകളിലും കേസുകളിലും ആരോപണ വിധേയനായ ഒരാളുടെ പണം വാങ്ങി അമ്മ പരിപാടി നടത്താൻ പാടില്ലെന്ന അൻസിബയുടെ കൃത്യമായ നിലപാടാണ് വലിയ ശത്രുതയ്ക്ക് കാരണമായത്. താരങ്ങളെ ക്ഷേത്രത്തിൽ എത്തിച്ച് മാർക്കറ്റ് ചെയ്യാനും ഭക്തരെ ആകർഷിക്കാനുമുള്ള ദല്ലാൾ നന്ദകുമാറിന്റെ ബിസിനസ് തന്ത്രത്തിന് അമ്മ സംഘടന കൂട്ടുനിൽക്കുന്നു എന്ന് വേണം കരുതാൻ.